ദ ജേർണലിസ്റ്റിലേക്ക് അമേരിക്കയും ഇസ്രായേലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി തുടങ്ങിവെച്ച ആ യുദ്ധം അത് 7-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഈ 7 ദിവസമാകുമ്പോൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ ഒരു പുല്ലും നേടിയില്ല എന്ന് തന്നെയാണ് ട്രംപിനും നെതന്യാഹുവിനും പറയാനുണ്ടാകുന്ന ഉത്തരം. കാരണം ഇറാനിൽ ഭരണമാറ്റം നടത്താൻ കഴിഞ്ഞില്ല, ഇറാനിൽ ഏതെങ്കിലും തരത്തിൽ ഒരു നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിഞ്ഞില്ല, ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല, ഇറാനിൽ നിന്നുള്ള ആക്രമണങ്ങളുടെ തോതാണെങ്കിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയുമാണ്. പിന്നെ എന്താണ് ഈ യുദ്ധത്തിൻ്റെ നേട്ടമെന്ന് ചോദിച്ചാൽ ആയത്തുള്ള അലി ഖാംനെയെയും 40ഓളം ഉന്നതരെയും കൊലപ്പെടുത്തി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ മരണം രക്തസാക്ഷിത്വമായി കരുതുന്ന അവരെ വധിച്ചു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രക്തസാക്ഷിത്വം വരിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ജനതയോട് നിങ്ങളെ കൊന്നുകളയുമെന്ന് പറയുന്നത്, അതിൽ ആനന്ദം കൊള്ളുന്നത് എന്തുതരം വിഡ്ഢിത്തമാണ് എന്ന് അത്തരം ഭീഷണി മുഴക്കുന്നവർക്ക്, അങ്ങനെ മേനി നടിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകൂ. എന്തായാലും ലോകം തിരിച്ചറിയുന്നു, ഇറാനെ അങ്ങനെയൊന്നും കീഴ്പ്പെടുത്താനോ ഇല്ലായ്മ ചെയ്യാനോ അമേരിക്കയ്ക്ക് കഴിയില്ല എന്ന്. കാരണം ചരിത്രമറിയുന്നവർക്കറിയാം, പണ്ട് 1980 മുതൽ 88 വരെ ഏതാണ്ട് 8 വർഷക്കാലത്തോളം നീണ്ടുനിന്ന ഇറാൻ യുദ്ധമുണ്ടായിരുന്നു. ആ യുദ്ധത്തിന് പിന്നിലും അമേരിക്കയും ഈ പറയുന്ന ശക്തികളും ഒക്കെ തന്നെയായിരുന്നു. അതായത് ഇറാനെ തീർക്കാൻ വേണ്ടി സകല പിന്തുണയും സാമ്രാജ്യത്വ ശക്തികൾ നിരുപാധികം നൽകി. പക്ഷേ ഇറാൻ വിട്ടുകൊടുത്തില്ല, കീഴടങ്ങിയില്ല. 8 വർഷമാണ് ആ യുദ്ധം നീണ്ടുനിന്നത്. അതിനുശേഷം പലപ്പോഴും ഇറാന് നേരെ പല രീതിയിലുള്ള ചതിപ്രയോഗങ്ങൾ നടന്നിട്ടുണ്ട്, പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ആഭ്യന്തര കലാപം നടന്നപ്പോൾ പോലും ഇറാൻ വീഴുന്നു എന്ന തരത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വലിയ പ്രതീക്ഷയൊക്കെ പുറപ്പെടുവിച്ചിരുന്നു. അതിനു മുമ്പ് ബങ്കർ ബസ്റ്റർ ബോംബുകളുമായി ആക്രമണം നടത്തിയ കഴിഞ്ഞ ജൂണിൽ അന്നും ഇറാന്റെ സകലതും കഴിഞ്ഞു എന്ന മട്ടിൽ പ്രചാരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ച് നിവർന്നു നിന്ന ചരിത്രമാണ് ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടത്തിനും IRGCക്കും ഒക്കെ ഉള്ളത്. പക്ഷേ മുമ്പുള്ളതിനേക്കാൾ രൂക്ഷമായ ആക്രമണമാണ് ഇപ്പോൾ ഇറാനിലേക്ക് നടക്കുന്നത്. വലിയ നാശനഷ്ടങ്ങൾ ഇറാനിൽ ഉണ്ടാകുന്നുണ്ട്. 180 കുട്ടികളൊക്കെ ഒറ്റയടിക്ക് കൊല്ലപ്പെടുന്ന വിധത്തിൽ ക്രൂരമായ മനുഷ്യത്വ വിരുദ്ധമായ ആക്രമണങ്ങൾ നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്നുണ്ട്. നെതന്യാഹുവിന് അത് പുത്തരിയല്ല. അത്തരം മരണങ്ങൾ ഉണ്ടെങ്കിലേ അവർക്കൊക്കെ സന്തോഷമാകൂ എന്ന നിലയിലാണ് അവരുടെ പോക്ക്. പക്ഷേ ഇപ്പോൾ ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേലിനും അമേരിക്കയ്ക്കും നേരെ. പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ എണ്ണക്കപ്പൽ IRGC ആക്രമിച്ച് മുക്കിക്കളയുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിനുള്ളിൽ അയൺ ഡോമുകളെ നിർവീര്യമാക്കുന്ന വിധത്തിൽ ക്ലസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണങ്ങൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ്. പല മാധ്യമങ്ങളിലും ഇപ്പോൾ ഇസ്രായേലിലെ പല നഗരങ്ങളിലും വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായി, കെട്ടിടങ്ങൾ വെണ്ണീറായി കിടക്കുന്നതിൻ്റെയും വാഹനങ്ങളൊക്കെ കത്തിച്ചാമ്പലാകുന്നതിൻ്റെയും ചിത്രങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഇസ്രായേലിലും ആക്രമണങ്ങൾ രൂക്ഷമാകുന്നുണ്ട് എന്നു തന്നെയാണ് വിവരം. പക്ഷേ ആ വിവരങ്ങൾ പരിമിതമാണ്. കാരണം സെൻസർഷിപ്പ് ഉണ്ട് ഇറാനിൽ. ഒരു സംഭവം ഉണ്ടായി ഏറെ സമയം കഴിഞ്ഞ് കൃത്യമായി സെൻസർ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ടേ ഇത്തരം വാർത്തകൾ IDF സ്ഥിരീകരിക്കുന്നുള്ളൂ. പരിമിതമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഇവിടെ ഒരു കുഴപ്പവുമില്ല, ഞങ്ങളൊക്കെ തുള്ളിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് കുറച്ച് നാളുകൾക്ക് മുൻപ് ഇസ്രായേലിൽ ഇരുന്ന് പോസ്റ്റിട്ട് ചിരിച്ച് നൃത്തം ചവിട്ടിയ പല മലയാളി സുഹൃത്തുക്കളെയും ഇപ്പോൾ ഓൺലൈൻ സ്പേസിൽ കാണുന്നില്ല. അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ സഹോദരങ്ങളാണ്. പക്ഷേ ഒന്നോർക്കുക, മറ്റൊരു രാജ്യത്ത് യുദ്ധം നടക്കുമ്പോൾ ഇവിടെ ഇരുന്ന് കൈകൊട്ടിച്ചിരിക്കുമ്പോൾ ആലോചിക്കുക, തിരിച്ചടി ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നെഞ്ചത്തും മിസൈലും ബോംബും ഒക്കെ കയറി നമ്മളും പൊട്ടിച്ചിതറി പോയെന്ന് വരാം. അതായത് യുദ്ധത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് മരിക്കുന്നവരുടെ മതം നോക്കി അവർ മുസ്ലിങ്ങളാണ്, ചാകേണ്ടവരാണ് എന്നൊക്കെ പറഞ്ഞ് തുള്ളിക്കളിക്കുമ്പോൾ ഏതൊരു വർഗീയതവാദിയുടെയും മണ്ടയിലേക്ക് ഈ മിസൈലും ബോംബും ഒക്കെ വീഴാനുള്ള സാഹചര്യം ഇന്നത്തെ ഈ നശിച്ച ലോകക്രമത്തിൽ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണെന്ന് എല്ലാവരും തിരിച്ചറിയുക. കാരണം അമേരിക്ക ആ രീതിയിലാണ് ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കിഷ്ടമുള്ളത് എന്തും ചെയ്യാം, അവർക്കിഷ്ടമില്ല എന്നതിൻ്റെ പേരിൽ ആരെയും കൊല്ലാം, ഏത് രാജ്യത്തിൻ്റെ പരമാധികാരവും തകർക്കാം, എങ്ങോട്ട് വേണമെങ്കിലും ബോംബിടാം, എങ്ങോട്ട് വേണമെങ്കിലും മിസൈൽ അയക്കാം, എങ്ങനെ വേണമെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരം കവർന്നെടുക്കാം, ഏതിൻ്റെ പേരിൽ എന്ത് പേര് പറഞ്ഞിട്ടും ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയെ തട്ടിക്കളയാം, തട്ടിക്കൊണ്ടുവരാം. അങ്ങനെയൊക്കെയുള്ള നിലയിലേക്ക് സകല അന്താരാഷ്ട്ര മര്യാദകളും നിയമങ്ങളും ഒക്കെ ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് അമേരിക്കയുടെ ഇപ്പോഴത്തെ ഈ വൃത്തികെട്ട പോക്ക് എന്ന് തന്നെയാണ് ലോകം കുറ്റപ്പെടുത്തുന്നത്. ഇസ്രായേലും ഇപ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ്. ഏറ്റവും ഒടുവിൽ നോക്കുക, 2-3 സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, പേർഷ്യൻ ഗൾഫിൽ അമേരിക്കയുടെ കപ്പൽ മുക്കി. അതുപോലെ തന്നെ ഈ USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പലിന് നേരെയുള്ള ആക്രമണം ഇറാൻ ശക്തമാക്കിയിട്ടുണ്ട്. ആ പടക്കപ്പലുകൾക്ക് പ്രതിരോധം തീർത്തിരുന്ന അമേരിക്കയുടെ മറ്റൊരു ഡിഫൻസ് കപ്പൽ, ഡിസ്ട്രോയർ കപ്പൽ, യുദ്ധക്കപ്പൽ നേരത്തെ തന്നെ ഇറാൻ അടിച്ചു വീഴ്ത്തിയിരുന്നു. ഇപ്പോൾ ഇസ്രായേലിനുള്ളിലേക്ക് ക്ലസ്റ്റർ ബോംബുകൾ തുടർച്ചയായി വിടുകയാണ് ഇറാൻ. ആ ക്ലസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് വീണ് മറ്റു പല സ്ഥലങ്ങളിലേക്ക് ചിതറിത്തെറിച്ച് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ള ബോംബുകളാണെന്നാണ് പറയുന്നത്. അതുകൊണ്ട്
തന്നെ ആ ബോംബുകൾ പെട്ടെന്ന് നിർവീര്യമാക്കാനായിട്ട് അത് കണ്ടെത്താനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. മിസൈലുകൾ തകർത്താലും ആ മിസൈലുകൾക്കുള്ളിൽ നിന്ന് ഈ ബോംബുകൾ നിലത്ത് വീണ് ചിതറിത്തെറിച്ച് പൊട്ടുന്ന ഒരു സാഹചര്യമാണ്. അത് ഇസ്രായേലിന് വലിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇസ്രായേലിലെ ആണവ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് അടിക്ക് തിരിച്ചടി എന്ന മട്ടിൽ തന്നെ ശക്തമായ യുദ്ധം, ആക്രമണം, തിരിച്ചടി, മറുപടി കൊടുക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുകയാണ്. അതായത് ഇനി ഒരു വിട്ടുവീഴ്ചയുമില്ല, സമവായവുമില്ല എന്ന് തന്നെ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ ശക്തമായ മുന്നറിയിപ്പ് ഇറാൻ നൽകിക്കഴിഞ്ഞു. നോക്കുക, ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചി അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്. ആ പോസ്റ്റ് നോക്കുക. സയ്യിദ് അബ്ബാസ് അരാങ്ചി എന്ന ഐഡിയയിൽ നിന്ന് വന്നിരിക്കുന്നു. The US has perpetrated an atrocity at sea 2,000 miles away from Iran's shores. Frigate Dana, a gust of Indian Navy carrying almost 130 sailors, was struck in international waters without warning. Mark my words, the US will come to bitterly regret, President it has said. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കടുത്ത നിരാശയിലേക്ക് അല്ലെങ്കിൽ കടുത്ത രീതിയിൽ തിരിച്ചടി വാങ്ങിക്കൂട്ടുന്ന സമയം വരാൻ പോവുകയാണ്. ഞങ്ങൾ ശക്തമായ ആക്രമണം നടത്തുമെന്ന് തീർച്ചയാണ് എന്ന് ഇറാൻ പറയുന്നു. അതേസമയം മൊസാദിൻ്റെ ചില ഇടപെടലുകൾ സൗദിയിലും UAE-യിലും തുർക്കിയിലുമൊക്കെ ഉണ്ടാകുന്നു എന്ന ചില വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അതായത് ഇറാനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ ഇറാനെതിരെ തിരിക്കാൻ വേണ്ടിയിട്ട് സൗദിയിലേക്കും UAE-യിലേക്കും ഈ പറയുന്ന തുർക്കിയിലേക്കുമൊക്കെ ചില ആക്രമണങ്ങൾ മൊസാദിൻ്റെ ചാരന്മാരെ ഉപയോഗിച്ച് നടത്തി അത് ഇറാൻ്റെ തലയിലിട്ടു എന്നൊരു ചർച്ച ഇപ്പോൾ നടക്കുന്നുണ്ട്. അതായത് ഇറാൻ നേരത്തെ പറയുന്നുണ്ട്, ഞങ്ങൾ കൃത്യമായി അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ മാത്രമേ തകർക്കൂ, ജനവാസ കേന്ദ്രങ്ങൾ അറബ് മേഖലയിൽ ഞങ്ങൾ ലക്ഷ്യമിടില്ല എന്ന്. പക്ഷേ അതിനിടയിൽ ജനവാസ മേഖലയിലേക്ക് ആക്രമണം ഉണ്ടാകുന്നു, ചില മരണങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അത് ഈ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഉണ്ടാകുമ്പോൾ അതിനിടയിലൂടെ മൊസാദിൻ്റെ ചാരന്മാരെ ഉപയോഗിച്ച് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇവരാക്രമണം നടത്തിയിട്ട് അത് ഈ പറയുന്ന ഇറാൻ്റെ തലയിൽ ഇട്ടുകൊടുക്കുകയാണ്. ഇറാനെതിരെ ഗൾഫ് മേഖലയിൽ വലിയ വൈരാഗ്യം ഉണ്ടാകാൻ വേണ്ടി ജനങ്ങളും രാഷ്ട്രങ്ങളും ഇറാനെതിരെ തിരിയാൻ വേണ്ടിയിട്ട് അത്തരമൊരു നീക്കം നടത്തിയതാണ് എന്ന തരത്തിലുള്ള ചില ചർച്ചകളും നടക്കുന്നുണ്ട്. ചില ആക്രമണങ്ങൾക്ക് പിന്നിൽ തങ്ങളല്ല എന്ന് ഇറാൻ പറയുകയാണ്. ഇപ്പോൾ തുർക്കിയിലേക്ക് കഴിഞ്ഞ മണിക്കൂറുകളിൽ നടന്ന ആക്രമണത്തിന് പിന്നിൽ ഞങ്ങളല്ല എന്ന് ഇറാൻ പറയുന്നു. അപ്പോൾ പിന്നെ ആരാണത് ചെയ്തത്? ആ ചോദ്യം വളരെ പ്രസക്തമാണ്. അപ്പോൾ ഇറാനെ ആ രീതിയിൽ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്താനുള്ള പല ശ്രമങ്ങളും പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന വാർത്തകളും പുറത്തു വരുന്നതിനിടെ ഇന്ത്യ ആദ്യമായി ആയത്തുള്ള അലി ഖാംനെയിയുടെ മരണത്തിൽ അനുശോചിച്ചിരിക്കുന്നു എന്ന വാർത്തയും വന്നിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി ഇറാൻ വിദേശകാര്യ മന്ത്രാലയത്തിലെത്തി അവിടുത്തെ പുസ്തകത്തിൽ അനുശോചന സന്ദേശം എഴുതി. അതിൻ്റെ അർത്ഥം ഖാംനെയിയുടെ മരണത്തിൽ ഇന്ത്യ അനുശോചിക്കുന്നു എന്നാണ്. ഇവിടെയുള്ള കുറേ വർഗീയവാദികളായ മുസ്ലിം വിരുദ്ധരായ സംഘപരിവാറിൻ്റെ അണികളായിട്ടുള്ള സൈബർ ചാവാലികളായിട്ടുള്ള കുറേ എണ്ണത്തിൻ്റെ കൃമികടിക്ക് ഇപ്പോൾ ശമനമുണ്ടായിട്ടുണ്ടാവും. ഖാംനെയി ചത്തു എന്നൊക്കെ പറഞ്ഞ് ഇവിടെ കുറേ ചാവാലികൾ കിടന്ന് കുരയ്ക്കുന്നുണ്ട്. മരിക്കുന്നവരുടെ മതം നോക്കിയിട്ട് അവരെല്ലാം മരിക്കേണ്ടവരാണ് എന്നൊരു ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ്, കൃത്യമായും വൃത്തികെട്ട വർഗീയ ലോജിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവറ്റകൾ കുരച്ചുകൊണ്ടിരിക്കുന്നത്. കുറേ കുരച്ചുകൊണ്ടിരിക്കുന്ന പൊട്ടന്മാരെ ഇവരെ പിന്തുണയ്ക്കുന്നുമുണ്ട്. കേരളത്തിൽ വർഗീയ വിദ്വേഷം ഉണ്ടാക്കുക, കേരളത്തെ രണ്ട് തട്ടാക്കി വിഭജിക്കുക, നമ്മുടെ നാട്ടിൽ എപ്പോഴും വർഗീയതയും വർഗീയ വിഷവും ഉണ്ടാവുക, മുസ്ലിങ്ങൾക്കെതിരെ ശക്തമായ ആക്രമണം എല്ലായിടത്തും ഉണ്ടാകണമെന്നൊക്കെ ആഹ്വാനം ചെയ്യുന്ന വർഗീയ ചാവാലികളാണിവർ. ഈ പറയുന്ന വർഗീയ പേ പിടിച്ച ചാവാലികളുടെ കൂട്ടത്തിൽ കിട്ടിയ ശക്തമായ പ്രഹരമാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യ ഇപ്പോൾ പറയുന്നത് ഖാംനെയിയുടെ മരണത്തിൽ അനുശോചിച്ചിരിക്കുന്നു എന്നതിന് പുറമെ ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയെ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ വിളിച്ചിരിക്കുകയാണ്. അമേരിക്കയ്ക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കുമെന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അതേ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയെയാണ് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഫോണിൽ വിളിച്ചിരിക്കുന്നത്. അതിന് പിന്നാലെ സമാധാനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. നിയമങ്ങൾ പാലിക്കുന്ന ലോകക്രമം വേണമെന്നാണ് മോദി പറയുന്നത്. നോക്കുക, ഇന്ത്യയുടെ ആതിഥേയത്വം സ്വീകരിച്ചു വന്ന ഇറാൻ കപ്പലിനെ അടിച്ചുമുക്കിയ അമേരിക്കൻ നടപടിക്ക് ശേഷം ഇന്ത്യയും ഈ വിഷയത്തിൽ ശക്തമായ നിലപാടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇറാന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾക്കെതിരെ ലോകവ്യാപകമായി വലിയ പ്രതിഷേധങ്ങൾ ഉയരുന്നു. ഇറാൻ്റെ പരമാധികാരത്തിന് മേൽ കടന്നുകയറ്റമാണ്. ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് കടന്നു കയറിയുള്ള ഇത്തരം വൃത്തികേടുകൾ അംഗീകരിക്കുകയില്ല എന്ന് ലോകം ഒറ്റക്കെട്ടായി പറയുന്ന സമയത്ത്, അതേ സമയത്ത് അതായത് അമേരിക്കയുടെ കൂടെയുള്ള ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും ഒക്കെ ഈ വിഷയത്തിൽ ഇറാനെതിരായി നടക്കുന്ന ഈ ആക്രമണം പാടില്ല, യുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്ന രാജ്യങ്ങളാണ്. അപ്പോൾ ലോകം മുഴുവൻ ഇത്തരത്തിൽ ഒരു യുദ്ധം ഉണ്ടാകരുത്, ഈ യുദ്ധത്തിന് കാരണക്കാർ അമേരിക്കയും ഇസ്രായേലും തന്നെയാണ്, അവരുടെ സ്വാർത്ഥ ലാഭങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ലോകത്തിന് മുഴുവൻ സമാധാനം വേണമെന്ന് പറയുന്നത്. അല്ലാതെ ഇവിടെ കുറേ സംഘിച്ചാവാലികൾ പറയുന്നത് പോലെ ഇറാൻ ഇപ്പോൾ തീരണം, ഇറാനെ അമേരിക്ക പിടിച്ചെടുക്കണം, അമേരിക്കയാണ് ലോകം, അമേരിക്ക ചെയ്യുന്നതാണ് ശരി, ട്രംപ് ചെയ്യുന്നത് ഗംഭീരമാണെന്ന് ഇന്ത്യ പറഞ്ഞിട്ടില്ല. എത്രയും പെട്ടെന്ന് ഈ പരിപാടി അവസാനിപ്പിച്ച് യുദ്ധം അവസാനിപ്പിച്ച് എല്ലാവരും പിരിഞ്ഞു പോകണം, ഇവിടെ സമാധാനമാണ് വേണ്ടതെന്നാണ് ഇന്ത്യയുടെ നിലപാട്.
നോക്കുക, യുദ്ധം ദിവസങ്ങളോളം നീളുമ്പോൾ എല്ലാവർക്കും പതിയെ പതിയെ കാര്യം മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ യുദ്ധം ഇങ്ങനെ നീണ്ടു കഴിഞ്ഞാൽ അത് ലോകത്തെ മുഴുവൻ ബാധിക്കുന്നൊരു വലിയ ദുരന്തമായി മാറും. വലിയ പ്രശ്നങ്ങളിലേക്ക് അത് പോകും. വലിയ തോതിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ജനങ്ങൾ വരും. സാമ്പത്തിക പ്രതിസന്ധി അടക്കം നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് ഇതിൽ നമ്മൾ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ അതുകൊണ്ട് തന്നെ പശ്ചിമേഷ്യയിൽ ഉടൻ സമാധാനം വേണം എന്ന നിലയിലേക്ക് ഇന്ത്യയും നിലപാട് സ്വീകരിക്കുന്നു. അതോടൊപ്പം ഇറാൻ ആണെങ്കിൽ തങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾക്ക് ശക്തമായ തിരിച്ചടികൾ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല, ഒരു തരത്തിലുള്ള ചർച്ചകളില്ല എന്ന് ഇറാൻ പറയുമ്പോൾ തീർച്ചയായിട്ടും ഇറാനെ അങ്ങനെ എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. ഇറാൻ തീക്കളി തുടങ്ങിയിരിക്കുന്നു. ശക്തമായ ആക്രമണം നടത്തി അടിക്ക് തിരിച്ചടി എന്ന നിലയിൽ തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെ ഉണ്ടാക്കുന്ന വിധത്തിൽ മുന്നോട്ട് പോവുകയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത.